ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങളൊരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ ഒരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 35-40 റേഞ്ചിൽ ഒരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടാബ്ലറ്റ് ടു ബൈ അറ്റ് ദാറ്റ് റേഞ്ച് എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ സാംസങ്ങിന്റെ S9 FE എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ്. ഇത് അതിന്റെ കേസാണ് ഉണ്ട്. ഞാൻ അവരുടെ ഒഫീഷ്യൽ കേസ് തന്നെയാണ്. ഇത് സാംസങ്ങിന്റെ ഒഫീഷ്യൽ കേസ് വിത്ത് പെന്നും സംഭവമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ആണ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. നമുക്കിതിൽ ഫിംഗർ പ്രിന്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഓപ്പൺ ചെയ്യട്ടെ. അതിൻ്റെ നമുക്കിതിൽ അപ്ഡേറ്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് മാഗ്നറ്റിക് കണ്ടു. ഇത് രണ്ട് പാർട്സ് ആയിട്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ബാക്സ് മാത്രമായിട്ട് ഉപയോഗിച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം കൂടി വെക്കാം. ഇതാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക കൊണ്ടുണ്ടോ. ഇത് അവരെ തന്നെയാണ്, പക്ഷേ ഇതിനും കുറച്ച് കത്തി റേറ്റ് ഉണ്ട്. ഈ കവറിന് ഇത് സാംസങ്ങിന്റെ കവർ തന്നെയാണ്. ബ്ലാക്കും വൈറ്റും ഉണ്ട്. എൻ്റെ ഇത് ഗ്രേ കളറാണ്. അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വൈറ്റ് ഓർഡർ ചെയ്താണ്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 500-800 ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വേറെ സൈറ്റിൽ പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ്. 7000 രൂപയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ് വന്നിരിക്കുന്നത്. ഇതും ബാക്ക് സൈഡും മാഗ്നറ്റിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പെന്ന് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് മാഗ്നറ്റിക് കണ്ടു. ഇത് ചുമ്മാ എടുക്കുക കണ്ടോ, നല്ല പവറുള്ള മാഗ്നറ്റിക് ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പെന്ന് ഇത് ക്യാമറ പെർഫോമൻസും കിടിലുണ്ടോ പറയാണ്ടിരിക്കാൻ വയ്യ. പെന്ന് പ്രത്യേകിച്ച് നിങ്ങളൊരു ഈ റേഞ്ചിൽ നിങ്ങൾക്ക് പെന്ന് വേറെ അത്രയും നല്ല കിടിലൻ പെൻ സപ്പോർട്ടുള്ള വേറെ ഒരു സാധനം കിട്ടില്ല, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഐപാഡിന്റെ 10 റേഞ്ച് തന്നെ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് എക്സ്ട്രാ പെന്ന് വാങ്ങിക്കേണ്ടി വരും. അത് ഓൾമോസ്റ്റ് ഒരു 17,000 രൂപ വരും. അപ്പം തന്നെ ബഡ്ജറ്റ് റേഞ്ച് ഔട്ടാവും. നമ്മുടെ ഷയോമി ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുറേയൊക്കെ സാധനം എന്താ പറയുക, ഗിമ്മിക്സ് ആണ് കുറെ സംഭവങ്ങൾ. ഷോമി പാഡൊക്കെ അതിന് തന്നെ ഇപ്പോൾ ഭയങ്കര ഓഫറാണ്. അത് നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ച് ആയിട്ട് നോക്കിയാൽ മതി. ഈ സാധനമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ പെൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ബിസിനസ് യൂസോ എഡ്യൂക്കേഷൻ പർപ്പസിന് അങ്ങനത്തെ ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആ റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇതിന്റെ പ്രൊസസ്സർ എക്സിനോസ് ആണ്, പക്ഷെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ലാഗും സംഭവമൊന്നും ഇല്ല. അത്യാവശ്യം ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യണം, നിങ്ങൾ 8GB വേരിയന്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് 8GB വേരിയന്റ് 128GB ആണ്. നമുക്കിതിൽ SD കാർഡ് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ 128GB SD കാർഡും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. നമുക്ക് മുകളിൽ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് 5G വേരിയന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വൈഫൈ വേരിയന്റ് ആണ്. നമുക്ക് 5G വേരിയന്റ് ആവശ്യമില്ല. ഞാൻ അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ട് നോക്കിയൊക്കെ എന്തായാലും. ഇപ്പം ഇതിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് മെയിലത്തെ സെക്യൂരിറ്റി പാച്ച് ആവാൻ സാധ്യത. മെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജൂൺ വന്നിട്ടില്ല. അപ്പോൾ മെയിൽ 1UI 6.1 ആണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് കണ്ടു. ക്യാമറ പെർഫോമൻസും കിടിലം തന്നെയാണ്, അതൊന്നും പറയാനില്ല. നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ് വരുന്നത്. എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത് ഇവിടെ അങ്ങനെ എടുത്ത് ഒരു സെൽഫിയ വരുമോ. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കൂടെ കാണുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയുന്നുണ്ടായിരിക്കും. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കേട്ടോ. ഫ്ലാഷ് ഇല്ല, S9 മാത്രമേ ഫ്ലാഷ് ഉള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് തോന്നി. പക്ഷെ ഫ്ലാഷ് വേണക്കായിരുന്നു ശരിക്കും സത്യം പറഞ്ഞവർക്ക്. ഇതിൽ വേറെ മൈനസ് ആയിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. ഹെവി ഗെയിമിനൊക്കെ ആണെങ്കിൽ മാത്രമേ അതിനാകെ ഒരു മൈനസ് എന്ന് പറയുള്ളൂ. അല്ലാണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഹണിവെലിന്റെ തേർഡ് പാർട്ടി ചാർജറാണ്. അതിൽ സാംസങ്ങിന്റെ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ 25 വാട്ടിന്റെ സാംസങ് ചാർജറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് 45 വാട്ടുള്ള സപ്പോർട്ടുള്ള സ്ഥിതിക്ക് നമ്മൾക്ക് വേറെ സെപ്പറേറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. PD ചാർജിങ് വേറെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സാംസങ്ങിന്റെ തന്നെ കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറെ ആപ്പുകൾ ഉണ്ട് കണ്ടു. ഇപ്പോൾ ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെന്ന് ഇതൊക്കെ ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പുകളാണ്. പെൻ സപ്പോർട്ട്, അതുപോലെ തന്നെ ഇവരെ നോട്ട്സ്. ഇത് ഞാൻ കണ്ടിന്യൂ കൊടുക്കട്ടെ. ഇത് അപ്ഡേറ്റ് ആയിട്ട് കണ്ടു. നമുക്ക് ഡ്രോയിങ് സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഇത് നമ്മുടെ സാംസങ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറയാതാണ്. ഉണ്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാനോ സംഭവമൊക്കെ ഉപയോഗിക്കാം ഈ പെൻ ആപ്പ്. അതുപോലെ തന്നെ വേറെ നോട്ട് ആപ്പ്. ഈ നോട്ടൊക്കെ പണി അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ നോട്ടിന് ഉപയോഗിക്കാൻ, വരയ്ക്കാനും. അതുപോലെ തന്നെ ഇത് ചുമ്മാ നോക്കിയതുണ്ട. ഇതിപ്പോൾ ഈ പെന്നിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെന്നുണ്ട്. ശരിക്കും നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ശരിക്കും ഒരു കടലാസിൽ വരയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ് കേട്ടോ. അപ്പം അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഈ പെന്ന് കിടിലാണ്. ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത പെനാണ്. S9 സീരീസ് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ചാർജബിൾ ആയിട്ടുള്ള പെന്നാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്യുന്നതും വേണ്ട കേട്ടോ. ഇവിടെ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സാധനം സ്ക്രീൻ ഓഫ് ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ബട്ടൺ അമർത്തി പിടിക്കുക. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അമർത്തി പിടിക്കുക.
നമുക്ക് സ്ക്രീൻ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അമർത്തി പിടിക്കുക, ഇവിടെ ടച്ച് ചെയ്യുക, കണ്ടു സ്ക്രീൻ ഓൺ ആയി. നമുക്ക് പിന്നെ ഇവിടെ ഡയറക്റ്റ് വരച്ചു തുടങ്ങാം, എഴുതി തുടങ്ങാം. ഇത് നമുക്ക് പെന്നാക്കാം, എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ ആക്കാം, വലുതാക്കാം, കണ്ടു നമുക്ക് ആ സൗണ്ട് ഒക്കെ കണ്ടു. അപ്പോൾ കിടിലെന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഞാൻ X6 ലൈറ്റ് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ X6 ലൈറ്റ് ഉപയോഗിച്ച് അതിന് ശേഷം ഞാൻ മാറ്റിയിട്ട് പിന്നെ OnePlus പാഡിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. OnePlus പാഡ് ഞാൻ ഉപയോഗിച്ചു, അതിനുശേഷം ഐപാഡ് ഉപയോഗിച്ചു, ഐപാഡിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് തിരിച്ച നമ്മുടെ സാംസങ്ങിലേക്ക് തന്നെ എത്തിയിരുന്നു. വെച്ചാൽ ഇതിന്റെ ഈ S Penന്റെ പെർഫോമൻസ് ഒന്നും വേറെ ഒന്നിനും തരാൻ പറ്റുന്നില്ല. പിന്നെ പോരാത്തിന് ഇത് ബണ്ടിലായിട്ട് നമ്മുടെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ 35-40 റേഞ്ചിൽ നിങ്ങളൊരു ടാബ്ലറ്റ് പ്രത്യേകിച്ച് ബിസിനസ് യൂസിന്, പ്രൊഫഷണൽ യൂസിന്, നോട്ട്സ് ടേക്കിംഗ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സാധനം തന്നെ വാങ്ങിച്ചാൽ മതി. വേറെ ഈ ഷയോമി ഒന്നും വാങ്ങിക്കരുത്. സാധനം തനി ഗിമ്മിക്സ് ആണ്. ശരിക്കും അവര് കുറെ കുറെ ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ കിട്ടണം, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് അതിൽ പെന്നെ സെപ്പറേറ്റ് എക്സ്ട്രാ വാങ്ങിക്കണം. ഓൾമോസ്റ്റ് ഒരു 6000-7000 വരും. അപ്പോൾ ഓൾമോസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ പ്രൈസ് തന്നെ വരും. അപ്പോൾ തീരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഷാമി. പിന്നെ നിങ്ങൾക്ക് വേദന നോക്കുകയാണെങ്കിൽ നിങ്ങൾ OnePlus പാഡ് വാങ്ങിച്ചാൽ മതി. OnePlus പാഡിന് അത്യാവശ്യം ഓഫർ സംഭവമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് പെൻ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ 5000 കൊടുത്തിട്ട് അവരുടെ OnePlus പാനും വാങ്ങിക്കണം, വേറെ പെൻസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും, നമ്മുടെ മെയിൻ ചാനൽ ചെയ്തേക്കുന്നുണ്ട്, ഈ ചാനൽ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. ഇപ്പോൾ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏതാണ് ബെസ്റ്റ് നമ്മുടെ ഒരു റേഞ്ചിൽ, ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു 35-40 ആ റേഞ്ചിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ടാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക, എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന സാധനം തന്നെയാണ് ഈ സാധനം കേട്ടോ. S9 FE ഒരു പോരായ്മയില്ല. പക്ഷെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8GB വേരിയന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിങ്ങിന് സംഭവമൊക്കെ ഉപയോഗിക്കാമെന്ന് മാത്രം. അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് 6GB ആയാലും കുഴപ്പമൊന്നുമില്ല, ലാഗും സംഭവമൊന്നുമില്ല കേട്ടോ. വിർച്വൽ RAM സപ്പോർട്ടും ഉണ്ട്. വിർച്വൽ RAM കുറച്ചൊക്കെ ഗിമ്മിക്കാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ സംഭവത്തിനൊക്കെ സമയത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല റെഗുലറായിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല സാധനം തന്നെ, നല്ലൊരു ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ മെയിൻ ചാനൽസ് കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എല്ലാ ലിങ്കും സംഭവങ്ങളും കിട്ടും. ബൈ.